അധികൃതർ എന്തൊക്കെ പറഞ്ഞാലും മലയാളിയുടെ സമയത്തിന് എന്ത് വില എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ പ്രിൻസിപ്പൽമാർ ക്ലാർക്കിന്റെ ജോലികൾ ചെയ്യണമെന്ന ഉത്തരവ് തിരുത്തി വിദ്യാഭ്യാസ വകുപ്പ്. ഉത്തരവിൽ പിശക് സംഭവിച്ചിട്ടുണ്ടെന്നും പ്രിൻസിപ്പൽമാർ അവരുടെ ജോലി മാത്രം ചെയ്താൽ മതിയെന്നും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് തിരുത്തിയത്. എന്നാൽ തിരുത്തിയ ഉത്തരവിനെതിരെയും അധ്യാപക സംഘടനകൾ രംഗത്തെത്തി. ക്ലർക്ക്, ലൈബ്രറിയൻ, മീനിയൽ തസ്തികകളിലേക്ക് നിയമനം ആവശ്യപ്പെട്ട് എറണാകുളം വളയഞ്ചിറങ്ങര ഹയർ സെക്കൻഡറി സ്കൂൾ നൽകിയ അപേക്ഷയിലായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ വിചിത്ര ഉത്തരവ്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മുഴുവൻ സമയ ക്ലാർക്കിന് ചെയ്യേണ്ട ജോലികൾ ഒന്നും തന്നെയില്ല. പ്രസ്തുത ജോലി കൂടി ചെയ്യേണ്ടതിനാണ് പ്രിൻസിപ്പാളിന് അധ്യാപനം ആഴ്ചയിൽ 8 പീരീഡായി ചുരുക്കി നിശ്ചയിച്ചിട്ടുള്ളതെന്നും ഉത്തരവിൽ പറയുന്നു. എന്നാൽ ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെ പ്രതികരിച്ച മന്ത്രി വി ശിവൻകുട്ടി ഉത്തരവിൽ പിശകുണ്ടെന്ന് സമ്മതിച്ചു. പ്രിൻസിപ്പാളുടെ ജോലി ചെയ്താൽ മതി. വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ നിന്ന് അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പിശക് സംഭവിച്ചിട്ടുള്ളതായിരിക്കും. അപ്പോൾ ക്ലർക്കന്മാരുടെ ജോലി കൂടെ ചെയ്യണമെന്നുള്ള, പ്രിൻസിപ്പാൾമാർ ചെയ്യണമെന്നുള്ള ഉത്തരവിൽ അതിൽ പരാതിയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ക്ലർക്കന്മാരുടെ ജോലി കൂടി ചെയ്യണമെന്നുള്ളത് അത് റദ്ദ് ചെയ്യും. മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് വിവാദ പരാമർശം ഉത്തരവിൽ നിന്ന് ഒഴിവാക്കി പുതിയ ഉത്തരവിറക്കി. ക്ലാർക്കിന്റെ ജോലികൾ പ്രിൻസിപ്പലും ജോലിഭാരം കുറവുള്ള അധ്യാപകരുമാണ് സ്കൂളുകളിൽ ചെയ്യുന്നത് എന്നാണ് പുതിയ പരാമർശം. പക്ഷേ ഇതിനെതിരെയും അധ്യാപക സംഘടനകൾ രംഗത്തെത്തി. കേരളത്തിലെ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ ജോലിഭാരം കുറവായതിനാൽ അവർ മറ്റ് ജോലികൾ ഏർപ്പെടണമെന്ന് പറയുന്ന സർക്കാർ ഈ അധ്യാപകരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നിർവചിക്കേണ്ടതാണ്. കേരളത്തിലെ അധ്യാപക സമൂഹത്തിൻ്റെ ജോലിഭാരങ്ങളെക്കുറിച്ച് വ്യക്തതയില്ലാത്ത ഉത്തരവിറക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ സർക്കാർ തയ്യാറാകണം. ക്ലറിക്കൽ ജോലികൾ അധ്യാപകർ ചെയ്യണമെന്നുള്ള ഉത്തരവ് പിൻവലിക്കണമെന്ന ആവശ്യത്തോട് വിദ്യാഭ്യാസ വകുപ്പ് പ്രതികരിച്ചിട്ടില്ല. നിലവിൽ ഹയർ സെക്കൻഡറി മേഖലയിൽ സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അത്യാവശ്യമില്ലാത്ത തസ്തികകൾ അനുവദിക്കാനാകില്ല. ഏതെങ്കിലും ഒരു സ്കൂളിന് അനുവദിച്ചാൽ മറ്റു സ്കൂളുകളും തസ്തിക ആവശ്യപ്പെടും. അത് സർക്കാരിന് വലിയ സാമ്പത്തിക പ്രയാസമുണ്ടാക്കുമെന്നും പുതിയ ഉത്തരവിലുണ്ട്. ഹാൻസ് ജോൺ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.